കേശവർദ്ധിനി ചെടിയെ പറ്റിയിട്ട് നേരത്തെ ഞാൻ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കേശവർദ്ധിനി ചെടിയുടെ യൂസസ്. മെയിനായിട്ട് നമ്മൾ പേരിൽ പറയുന്ന പോലെ തന്നെ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കേശവർദ്ധിനി ചെടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഈ കേശവർദ്ധിനി പ്ലാന്റ് വെച്ചിട്ടുള്ള ഒരു ഹെയർ ഓയിലിൻ്റെ മേക്കിംഗ് കൂടെ ആയിരുന്നു. ഈ കേശവർദ്ധിനി ചെടിയിൽ നിന്നാണ് ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള എണ്ണ കാച്ചനൊക്കെ ഉള്ളത് എടുക്കുന്നത്. എനിക്ക് ഈ ഒരു ചെടി കിട്ടിയത് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെയാണ്. ഇതുപോലെ നിലവും അല്ലെങ്കിൽ ചതുപ്പ് പോലൊക്കെ കിടക്കുന്ന സ്ഥലത്തിൻ്റെ ഓരത്തെല്ലാം ഇത് കിളിർച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവിടെ നിന്നാണ് ഒരു ചെടി എടുത്തുകൊണ്ട് വന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നൊരു ചട്ടിയിൽ വളർത്തിയെടുത്തത്. ഇതുപോലെ തന്നെ വീട്ടിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിവക്കിലൊക്കെ ഈ ഒരു ചെടി നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കളക്ട് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവരാം. നമുക്കൊരു ഗാർഡൻ പ്ലാന്റ് ആയിട്ടും ഇതിനെ വളർത്താം. നല്ല ഭംഗിയുള്ള പൂക്കളായി ചെടിക്കുള്ളത്. അപ്പോൾ അതിങ്ങനെ കിളിച്ചിരിക്കുന്ന കാണുമ്പോഴും നമുക്ക് നല്ല ഭംഗിയാണ്. നമ്മുടെ ആവശ്യത്തിനായിട്ട് നമുക്ക് എണ്ണ കാച്ചാനും ഒക്കെ ആയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യുകയും ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ പൂവിനോട് തന്നെ സാമ്യമുള്ള സെയിം കളറായിട്ട് വരുന്ന വേറെ ഇതുപോലുള്ള തരം ചെടികളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ചെടികൾ തമ്മിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം നല്ല വ്യത്യാസമുണ്ട്. ഈ ചെടികൾ തമ്മിലാണെങ്കിലും അതിൻ്റെ ഇല തമ്മിലാണെങ്കിലും ഒക്കെ നല്ല വ്യത്യാസം കാണും. മെയിനായിട്ടും കേശവർദ്ധിനി ചെടി നമുക്ക് തിരിച്ചറിയാനായിട്ട് ഇതിൻ്റെ ഇലയൊന്ന് പൊട്ടിച്ച് മണത്ത് നോക്കിയാൽ മതി. അതൊരു ചെറിയ മാവിൻ്റെയൊക്കെ പോലത്തെ ഒരു മണമായിരിക്കും അതിന് വരുന്നത്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് കേശവർദ്ധിനി ചെടിയെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ ഒരു ചെടിയുടെ സീഡ് കിട്ടുമോ അല്ലെങ്കിൽ അതിൻ്റെ തൈ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് വന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാനങ്ങനെ സെയിൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചെടി നമ്മൾ പോകുന്ന വഴിയിലും ഒക്കെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഞാൻ പലയിടത്തും പോകുന്ന വഴിയിലൊക്കെ റോഡ് സൈഡിലും ഒക്കെ ആയിട്ട് ഇത് കാട് പിടിച്ചൊക്കെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പോകുന്ന വഴിയിലാണ് ഇതൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ് നമുക്കിതൊക്കെ കാണാൻ പറ്റാത്തത്. പ്രത്യേകിച്ച് നാട്ടുപുറങ്ങളിലൊക്കെ ഇത് നമുക്ക് കാണാം. അത് മെയിനായിട്ട് ടൗൺ ഏരിയയിലൊന്നും ഇല്ലെങ്കിൽ നാട്ടുപുറത്തൊക്കെ നമുക്ക് പോകുമ്പോൾ മിക്കവാറും ഇതുപോലെ പാടത്തിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കും. വലിയ കെയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. നരച്ച മുടിയൊക്കെയുള്ള ഭാഗത്ത് നമുക്കിതിൻ്റെ നീര് എടുത്ത് യൂസ് ചെയ്യാം. നമുക്ക് ഹെയർ പാക്കിൽ ഇത് യൂസ് ചെയ്യാം. നമുക്ക് എണ്ണ കാച്ചാനായിട്ട് ഇത് യൂസ് ചെയ്യാം. മുടി കിളിർക്കാനാണെങ്കിലും അതല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കറുത്ത മുടി കിട്ടാനും ഒക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും.